എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സുഭാഷിൻ്റെ ജാതകദോഷം കാരണമാണ് വീട്ടിൽ പെൺകുട്ടികൾ വാഴാത്തതെന്നാണ് ആ ജ്യോത്സ്യം വന്ന് പറഞ്ഞത്. അത് കേൾക്കുന്നത് സുഭാഷിന് നല്ല വിഷമമാവുകയാണ്. സുഭാഷ് റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കരയൊക്കെ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ സുഭാഷിനെ കിച്ചണിൽ കാണത്തില്ല. അങ്ങനെ നിധി വന്ന് നികേഷിനോടൊക്കെ ചോദിക്കും, സുഭാഷ് ഏട്ടനെ കണ്ടോ എന്ന് ചോദിക്കും. ഇല്ല ഏട്ടത്തി, സാധാരണ അടുക്കളയിൽ ഈ സമയത്ത് കാണേണ്ടതാണ്, ഇന്നിപ്പോൾ കാണുന്നില്ല. അങ്ങനെ സുധീഷിനോടും ഹരീഷിനോടൊക്കെ ചോദിക്കും. പക്ഷെ അവരാരും രാവിലെ സുഭാഷിനെ കണ്ടില്ലായിരുന്നു. അങ്ങനെ നികേഷ് സുഭാഷിനെ റൂമിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് അവിടെ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലെറ്ററിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, എൻ്റെ ജാതകദോഷം കാരണം ഈ വീട്ടിൽ ആർക്കും ഒരു ദോഷം ഉണ്ടാകരുത്. ഞാൻ കാരണം എൻ്റെ അനിയന്മാരുടെ കല്യാണമൊന്നും നടക്കാതിരിക്കരുത്. എനിക്കൊരു ജാതകദോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിനി വീട്ടിൽ നിന്ന് എല്ലാവർക്കും അതൊരു ദോഷമായി മാറും. അങ്ങനെ നല്ല മനപ്രയാസം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ആ ലെറ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ലെറ്റർ കാണുന്നത് എല്ലാവർക്കും വിഷമമാവുകയാണ്. ആ ജ്യോത്സ്യം വന്ന് അത് പറഞ്ഞുകൊണ്ടാണോ സുഭാഷ് ഏട്ടന് ഇറങ്ങിപ്പോയത് ഇവിടുന്ന്? സുഭാഷ് ഏട്ടൻ ഇനി നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? അങ്ങനെ ഭാസ്കറിൻ്റെ അടുത്തും വന്ന് ആ ലെറ്ററെ കാണിക്കുകയാണ്. ഈശ്വർ, ഇവൻ എന്തൊരു പൊട്ടത്തരമായി കാണിച്ചു വെച്ചേക്കുന്നത്. വല്ല ജ്യോത്സ്യന്മാരും എന്തെങ്കിലും വന്ന് പറഞ്ഞെന്ന് വെച്ച് ഇവൻ ഇത് ഇറങ്ങിപ്പോണ്ട വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓരോ വഴിക്ക് അന്വേഷിക്കുകയാണ്. ഭാസ്കരൻ സൈക്കിൾ കൊടുത്തുകൊണ്ടെങ്കിൽ അന്വേഷിക്കാൻ തുടങ്ങും. അങ്ങനെ സുധീഷും ഹരീഷും എല്ലാവരും അന്വേഷിക്കുകയാണ്. അങ്ങനെ സുഭാഷിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അവിനാശ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ വീട്ടിലൊക്കെ പോയി അന്വേഷിക്കും. പക്ഷെ അവിടെ ഒന്നും സുഭാഷ് ഇല്ല. എവിടെ പോയെന്ന് വെച്ചിട്ട് ആർക്കും അറിയത്തില്ല. സൈറ്റിൽ ചെന്നിട്ടില്ല. അങ്ങനെ നിധിക്ക് നല്ല വിഷമമാവുകയാണ്. എവിടെ പോയെന്ന് അറിയാൻ വയ്യ. നിധിയാണ് വലിയ താല്പര്യത്തോടെ ഒരു കല്യാണം നടക്കട്ടെന്ന് കരുതി ഒരു കൂട്ടരെ കൊണ്ടുവന്നത്. അതിങ്ങനെ ആവുമെന്നൊട്ടും അവർ പ്രതീക്ഷിച്ചതുമില്ല. അങ്ങനെ പറയും, ഇനി നമ്മൾ നോക്കിയതിൻ്റെ കാര്യമില്ല, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാമെന്ന് പറയും. അങ്ങനെ നിധിയും സുധീഷും കൂടി സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട്. കംപ്ലയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് വരെ നിങ്ങൾക്ക് ആളുടെ ഒരു ഫോട്ടോയും കൂടി ചേർത്തൊരു പരാതി എഴുതി തരാൻ പറയും. അങ്ങനെ പരാതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നൊരു കോൺസ്റ്റബിൾ പറയും, സാറിന് ഇവരാരെന്ന് മനസ്സിലായില്ല. മുൻപൊരു ദിവസം ജംഗ്ഷനിൽ ഒരു ചെറുക്കനെ അടിച്ചില്ലായിരുന്നോ 3 ചേട്ടനിയന്മാരും കൂടി? അതിലൊരാളെ ഇപ്പോൾ കാണാതായിരിക്കുന്നതെന്ന് പറയും. ആ സമയത്ത് നിധി പറയും, സാറേ അത് അവൻ വെറുതെ എൻ്റെ അടുത്ത് ഓരോ പ്രശ്നത്തിന് വന്നതുകൊണ്ടാണ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് അവനെന്നെ കളിയാക്കുമായിരുന്നു. അത് ചോദിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അങ്ങനെ അടിയായതല്ല. ഇവരങ്ങനെ അടിയുണ്ടാക്കാൻ പോകുന്ന കൂട്ടത്തിലുള്ള സഹോദരങ്ങളൊന്നും അല്ലെന്നൊക്കെ പോലീസുകാരോട് നിധി വാദിക്കുന്നുണ്ട്. അങ്ങനെ ശരി, നിങ്ങൾ കംപ്ലയിൻറ്റ് തന്നിട്ട് പോയിക്കോളൂ, ഞങ്ങൾ അന്വേഷിക്കാം. സാറേ, സുഭാഷ് ഏട്ടൻ എവിടെ പോയി ഞങ്ങൾക്ക് അറിയാം, നല്ല ടെൻഷനുണ്ട്, എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു വിവരം കിട്ടണമെന്ന് പറയും. ശരി, നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ അറിയിക്കാമെന്ന് പറയും. അങ്ങനെ ഇവർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലും എല്ലായിടത്തും അന്വേഷിക്കും. പക്ഷേ എവിടെയും സുഭാഷിനെ കാണത്തില്ല. അങ്ങനെ എല്ലാവർക്കും നല്ല വിഷമമാവുകയാണ്. എല്ലാവരും പറയും, ഇപ്പോൾ കല്യാണമൊന്നും നോക്കണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ അങ്ങ് വിഷമിക്കും. ആ സമയം നിധിക്ക് നല്ല സങ്കടമാവും. അങ്ങനെ സുധീഷിന് കരയും. ആ സമയത്ത് പറയും, എന്നാലും നിധി സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. വിഷമിക്കുക സുഭാഷ് ചേട്ടൻ അപ്പോഴത്തെ മനപ്രയാസം കൊണ്ട് പോയതായിരിക്കും. നിങ്ങൾക്കൊക്കെ വേണ്ടിയായിരിക്കും സുഭാഷ് ചേട്ടൻ അങ്ങോട്ട് തീരുമാനം എടുത്തത്. സുഭാഷ് ചേട്ടൻ ദൂരോട്ട് എവിടെയും പോവില്ല, നമുക്ക് സുഭാഷ് ചേട്ടനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ലളിതയും ഗംഗാധരനും കൂടി വീട്ടിലോട്ട് വരുന്നത്. ഭാസ്കറിൻ്റെ സഹോദരങ്ങൾ അവരെ കാണുന്നതും നമ്മുടെ ഗംഗാധരനങ്ങ് ഭയങ്കര ദേഷ്യമാവുകയാണ്. നമ്മുടെ ഭാസ്കരൻ അങ്ങോട്ട് ചെന്നിട്ട് അവരോട് ചൂടാവുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് സുധീഷ് ഇറങ്ങി ചെന്നിട്ട് പറയും, അച്ഛാ, അവർ എന്തെങ്കിലും വിവരം അറിഞ്ഞിട്ട് വന്നേ ആയിരിക്കും. അച്ഛനവരോട് ദേഷ്യപ്പെടാം. പിന്നെ വിവരം അന്വേഷിച്ചിട്ട് എൻ്റെ മോൻ പോയ സന്തോഷം കാണാൻ വന്നേ ആയിരിക്കും. എടാ ഭാസ്കര, ഞങ്ങൾ അങ്ങനൊന്നും ഉദ്ദേശിച്ച് വന്നേ അല്ല. അങ്ങനെ അവരകത്തോട് ചെന്നിട്ട് നിധിയോട് സംസാരിക്കും. എന്തു പറ്റി സുഭാഷിന്? അങ്ങനെ നിധി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കല്യാണാലോചന വന്ന കാര്യവും ജ്യോത്സ്യൻ്റെ അടുത്ത് ജാതകം കൊടുത്തപ്പോൾ അങ്ങനെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയും, നിങ്ങൾ വിഷമിക്കേണ്ട, സുഭാഷ് നമ്മുടെ കൺമുമ്പിൽ ജനിച്ച് വളർന്ന പയ്യനല്ലേ, അവൻ അങ്ങനെയൊന്നും കാണിക്കത്തില്ല, പെട്ടെന്ന് കേട്ട മനപ്രയാസത്തിലെങ്ങാനും പോയതായിരിക്കും, എന്തായാലും ഞങ്ങളും അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ചു പോവുകയാണ്. അത് കേൾക്കുമ്പോൾ നിധി പറയും, കണ്ടില്ലേ, അവർ എന്താണെന്നറിയാൻ വേണ്ടി വന്നതാണ്, ഈ സമയത്ത് അവരോട് ദേഷ്യപ്പെട്ട കാര്യമൊന്നും ഇല്ലായിരുന്നൊക്കെ നിധി ഭാസ്കരനോട് പറയുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരനോട് സുധീഷ് പറയും, നിങ്ങൾ കൊടുത്ത ജാതകം എല്ലാം പ്രശ്നമായി, ഈ ജാതകമൊന്നും കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. നീ കൊടുത്ത ജാതകം നോക്കിയിട്ടല്ലേ പറഞ്ഞത് ആ ജാതകം ആ പെൺകുട്ടിയുടെ ചേരത്തില്ലെന്നുള്ളത്. ഞാൻ അവൻ്റെ ഒറിജിനൽ ജാതകം കൊടുത്തു, ആ ജാതകത്തിൽ ഇങ്ങനൊരു ദോഷം ഉണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു എന്നൊക്കെ ഭാസ്കരനും സുധീഷും തമ്മിൽ അങ്ങനെ സംസാരമൊക്കെ ആവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാമോ ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.